ഇതെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ കട്ടിങ് നോക്കാം. ലെവൽ ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ലൈൻ കൊടുക്കുക. തയ്യൽ തുമ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതൊന്ന് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ ലെന്ത് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ 9.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെന്തായിട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി, ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിനുള്ള തയ്യൽ തുമ്പിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. അതിന് ബൈസെപ്സ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് 7.25 ഇഞ്ചാണ് ബൈസെപ്സ് റൗണ്ട് വന്നിട്ടുള്ളത്. അതായത് മസിൽ റൗണ്ട് 7.25, ആം ഹോൾ റൗണ്ട് 8.5 അതിൽ 1/4 ഇഞ്ച് കുറച്ച് 8.25 ഇഞ്ച് ലെന്ത്. ഇതുപോലെ വെച്ചൊന്ന് ചരിച്ച് എടുക്കുക. 3.5 നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചെടുക്കുക. ഇനി ബൈസെപ്സ് റൗണ്ട് എത്രയാണോ ഉള്ളത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി എടുക്കുക. അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. 3.5 ഒരു പോയിന്റുമാണ് വരുന്നത്. മുകൾ വശത്തും അതുപോലെ തന്നെ 3.5 ഒരു പോയിന്റും അടയാളപ്പെടുത്തി എടുക്കുക. ഇനി ഷോൾഡറിൽ നിന്നും ബൈസെപ്സ് റൗണ്ടിലേക്ക് ചരിച്ചൊന്ന് വരച്ചെടുക്കുക. ഇനി ഷോൾഡറിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ബൈസെപ്സ് റൗണ്ടിന്റെ സെന്ററിൽ വരച്ച വരയും ഈ 1 ഇഞ്ച് പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ആം ഹോൾ കർവ് വെച്ചിട്ട് വരയ്ക്കുക. ആദ്യം ഒരു റൗണ്ട് വരച്ച് രണ്ടാമത് സ്കെയിൽ തിരിച്ചു വെച്ച് ഇതുപോലെ വരയ്ക്കുക. ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവ് റൗണ്ട് വരുന്നത് 6 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പ് സ്കെയിൽ വെച്ച് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് 8.5 കൈക്കുഴി വേണ്ടത്. ആം ഹോൾ റൗണ്ട് വേണ്ടത് 8.5. നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. കറക്റ്റ് 8.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടാനായിട്ട് മസിൽ റൗണ്ടിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ വരുന്ന ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 2 പോയിന്റിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 3 പോയിന്റുകളും ചേർത്ത് ഒന്ന് വരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ 3 പോയിന്റുകളും ചേർത്ത് വരച്ചെടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റുക. ഞാനിത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ലൈനിങ് പാർട്ട് മെയിൻ ക്ലോത്തിൽ വെച്ച് പിൻ ചെയ്ത് സെറ്റാക്കി എടുക്കുക. ശേഷം സെയിം അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ക്ലോത്ത്